ശ്രീ അനിൽ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ആദ്യം ആ വിഷയത്തിന് പല കാരണങ്ങൾ ഇവരെല്ലാവരും തന്നെ കണ്ടുപിടിച്ചു. ആ കണ്ടുപിടിച്ച കാരണങ്ങളിൽ ഒന്ന്, ഈ പറഞ്ഞതുപോലെ മാളികപ്പുറങ്ങൾ, കുട്ടികൾ കുറേയധികം വരുന്നുണ്ട്, അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, പ്രായമായ ആൾക്കാർ നിരവധി ഇത്തവണ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഈ വന്നിരിക്കുന്ന ആൾക്കാരിൽ ഇരുമുടി ഇല്ലാതെ വന്നിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇത്തവണ വളരെ കൂടുതലാണ്. അവര് ആത്മനിയന്ത്രണം പാലിച്ച് വീട്ടിലിരിക്കണം എന്നുള്ള രീതിയിലത്തേക്കുള്ള അഭിപ്രായങ്ങളൊക്കെ കേട്ടു. അതേപോലെ തന്നെ കേട്ടു, ഇവിടുത്തെ ഈ 18-ാം പടിയിൽ നിന്ന് ഒരു മിനിറ്റിൽ എത്രത്തോളം ഭക്തരെയാണ് മുകളിലേക്ക് കയറ്റിവിടാൻ സാധിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ആശങ്കകളൊക്കെ കണ്ടു. അതിനവസാനം ഈ തിരക്കൊക്കെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് 18-ാം പടിയുടെ വീതി കൂട്ടാം എന്ന രീതിയിലുള്ള ഒരു പ്രപ്പോസൽ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് കണ്ടു. അതുകൂടാതെ ഇതിനെല്ലാം പ്രശ്നം, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് ചാനലുകളിലെ ചർച്ചകളിലും പങ്കെടുത്തിരുന്നു. അപ്പോൾ ആ സമയത്ത് CPIയുടെ ആണെന്ന് തോന്നുന്നു ഒരു ദേശീയ വക്താവുണ്ട്. അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ ശബരിമല വികസനത്തിന് വേണ്ടിയിട്ട് വനഭൂമി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസൽ കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് പെൻഡിംഗ് ആണ്. അത് കിട്ടാത്തത് കൊണ്ടാണ് അവിടെയുള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം തന്നെ ശബരിമലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന അഭൂതപൂർവമായിട്ടുള്ള തിരക്ക്, ആ തിരക്കിനെ മാനേജ് ചെയ്യാനായിട്ട് സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നതിന്റെ ഒരു അക്നോളജ്മെന്റ് ആയിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കാരണങ്ങൾ പറഞ്ഞത്. അതല്ലെങ്കിൽ ഇതൊന്നും പറയേണ്ടത് കാര്യമില്ലല്ലോ. അപ്പൊ ഇന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്തവണ കാര്യങ്ങളൊന്നും തന്നെ മാനേജ് ചെയ്യാൻ കഴിയാതിരുന്നത്. അതോടൊപ്പം തന്നെ ഒരു സഡൻ സർജ് എന്നൊക്കെ പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു ചില മന്ത്രിമാർ അതൊരു വിധത്തിലുള്ള ഈ വിഷയങ്ങളെ പറ്റിയുള്ള ഒരു കോമൺ സെൻസ് പോലും അപ്ലൈ ചെയ്യാത്ത ആൾക്കാരാണ് പറയുന്നത്. തമിഴ്നാട്ടിലുണ്ടായിരുന്ന വെള്ളപ്പൊക്കം, ചെന്നൈയിലെ വെള്ളപ്പൊക്കം, തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ തന്നെയാണ് ഇവിടത്തേക്ക് കൂടുതൽ ഭക്തർ വരാനുള്ള കാരണം, അതുകൊണ്ടാണ് തിരക്ക് വർദ്ധിച്ചത് എന്നൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് കണ്ടു. പല വക്താക്കളും അത് ചാനലുകളിലൊക്കെ നമ്മൾ പറയുന്നത് കണ്ടു. അപ്പൊ ഈ കാരണങ്ങളെല്ലാം ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത്തവണ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി എന്നതിന്റെ ഒരു അക്നോളജ്മെന്റ് ആയിട്ടും അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇത് പറയുന്നത്. ഇന്ന് വന്നപ്പോഴത്തേക്ക് ഈ നറേറ്റീവ് മുഴുവൻ മാറി. ഇന്ന് ഇപ്പൊ പറയുന്നത് എന്താണ്? അവിടെ പ്രശ്നമൊന്നുമില്ല. മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ ശബരിമലയിൽ ചെന്ന് ചിരിച്ച മുഖവുമായി നിൽക്കുന്ന ആൾക്കാരോടൊപ്പം, ചെറിയ കുട്ടികളോടൊപ്പം ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അവിടെ എല്ലാം സമാധാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന് പറയുന്നു. ശ്രീ MV ഗോവിന്ദൻ, CPM സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുന്നു. ആ പത്രസമ്മേളനത്തിൽ അവിടെ യാതൊരു വിധത്തിലുള്ള പ്രശ്നവുമില്ല. ഉള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ചില ആൾക്കാർ, RSSകാര് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ്, അത് കോൺഗ്രസ്സുകാർ പിന്നീട് ഏറ്റെടുക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ RSS ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്തേനെ? ഇപ്പൊ ഈ RSS ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഈ കോൺഗ്രസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇവർക്ക് ഈ കുറ്റം അവരുടെ മേൽ ചാരി രക്ഷപ്പെടാൻ പറ്റുന്നു. ഇവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്യുമായിരുന്നു? ഞാൻ പറയുന്നത്, ഇതൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഇപ്പൊ RSSലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസിലേക്കോ ഒക്കെ ഈ കുറ്റം കൊണ്ടുവന്ന് ചാരുന്നത് അവസാനമാണ്. അതിന് തൊട്ടു മുമ്പ് ഭക്തരെ തന്നെ കുറ്റം പറയുന്നതിന് വേണ്ടിയിട്ടാണ് മന്ത്രി ശ്രമിച്ചത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത്, ഈ ഇരുമുടി ഇല്ലാതെ വരുന്ന ആൾക്കാരുണ്ട്, അവര് ഈ ഇരുമുടി ഉള്ള ആൾക്കാരെ അവിടെ തൊഴുക എന്നുള്ളതാണ് പ്രാധാന്യം അർഹിക്കുന്നത്, അതുകൊണ്ട് അവര് സ്വയം ഒന്ന് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങോട്ട് ചെല്ലണ്ട എന്നാണല്ലോ അർത്ഥം. അല്ലാതെ വേറെ ഏത് രീതിയിലാണ് നിയന്ത്രിക്കുക എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും സാധ്യമായ ആൾക്കാരെയും സാധ്യമായ സംവിധാനങ്ങളെയും മുഴുവനും കുറ്റം പറഞ്ഞതിന് ശേഷമാണ് അവസാനം പറയുന്നത് അവിടെ പ്രശ്നമൊന്നുമില്ല, ഇന്ന ആൾക്കാർ ഉണ്ടാക്കിയിരിക്കുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന്. ഇത് എന്നെ ഞെട്ടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നെ ഞെട്ടിക്കുന്നില്ല. കാരണം വെറുതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടാനായിട്ട് എനിക്ക് വട്ടൊന്നുമില്ല. അത് തന്നെയുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ഈ സർക്കാർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, അവരുടെ കയ്യിൽ നിന്ന് പാളിപ്പോയിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇന്നേ വരെ ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്നവർ പറഞ്ഞിട്ടില്ല. അത് കോടതികൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെയുള്ള പല സംവിധാനങ്ങൾ, CAG പോലെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രളയത്തിന്റെ കാരണമായിക്കോട്ടെ, കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, പർച്ചേസിലെ തട്ടിപ്പായിക്കോട്ടെ, മരുന്നുകളില്ല എന്നുള്ള കാര്യമായിക്കോട്ടെ, KSRTC ആയിക്കോട്ടെ, എന്തും KTDF, എന്ത് സംവിധാനം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രശ്നം ഞങ്ങളുടെ ഭാഗത്താണ് എന്ന് ഇന്നേ വരെ അംഗീകരിക്കാത്ത ഒരു പാർട്ടിയാണ് നമ്മുടെ നാട് ഭരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ റീസൺ എന്ത് പറയുന്നതിൽ കേട്ടിട്ടൊന്നും എനിക്ക് ഞെട്ടലൊന്നും ഉണ്ടാകുന്നില്ല. ഇനി അതിന്റെ പിന്തുടർച്ചയായിട്ട് എന്തൊക്കെയാണ് മറ്റു കാര്യങ്ങൾ പറയുന്നത് ആലോചിച്ച് നോക്കുക. അസാധാരണമായിട്ടുള്ള ആശങ്ക അവിടെ പടർത്തുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ ചെയ്തു, പറഞ്ഞു പഠിപ്പിച്ച കാര്യങ്ങൾ പലരും ഇങ്ങനെ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടു. കാണിക്കയിടരുത് ശബരിമലയിൽ എന്നൊരു പ്രചരണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ശബരിമലയെ തകർക്കാനായിട്ട് മറ്റുള്ള ചില ആൾക്കാർ ശ്രമിക്കുന്നു. ഒരു കൊച്ചുകുട്ടിയുടെ ചിത്രം, ആ കൊച്ചുകുട്ടിയുടെ ചിത്രം അവിടെ കാണിച്ചുകൊണ്ട് അത് തിരക്കുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് എന്ന രീതിയിൽ ദേശീയ തലത്തിൽ വലിയ ക്യാമ്പയിൻ നടത്തി. ആ ക്യാമ്പയിൻ നടത്തിയിരിക്കുന്നതിൽ കോൺഗ്രസ് ഉണ്ട്, സംഘപരിവാർ സംഘടനകളുണ്ട് എന്ന രീതിയിലത്തേക്കൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, നോക്കൂ, ഈ ഒരു ചിത്രത്തെ വെച്ചിട്ടായിരുന്നു അവിടുത്തെ പ്രശ്നം മുഴുവൻ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഒരു പ്രതീകം
എന്ന നിലയ്ക്ക് ഈ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന നിലയ്ക്കാണോ ആരെങ്കിലും തന്നെ അഥവാ അതിനെ പ്രചരിപ്പിച്ചെങ്കിൽ പോലും ആ രീതിയിൽ പ്രചരിപ്പിച്ചത്? അപ്പൊ ഇവിടുത്തെ പ്രശ്നം ഈ ഒരു ഒറ്റ വിഷയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന്റെ സത്യാവസ്ഥ ഏതായിരുന്നില്ല. ആ കുട്ടിയുടെ അച്ഛൻ ഇവിടുന്ന് മിസ്സിംഗ് ആയതാണ്, അത് തിരിച്ചുടനെ തന്നെ വരികയും ചെയ്യുന്നുണ്ട്, ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിന്ന ഒരു വിഷയമായിരുന്നു. അപ്പൊ അതിനെ തെറ്റായിട്ട് പ്രചരിപ്പിക്കുകയാണ്, അല്ലാതെ അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ട് അങ്ങനെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ഇതിനെ ഒരു സ്ട്രോമാനായിട്ട് ഉപയോഗിക്കുകയാണ്. അങ്ങനെ അത് മാത്രമായിരുന്നു പ്രശ്നം എന്ന രീതിയിൽ പ്രൊജക്ട് ചെയ്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ആൾക്കാർ അനുഭവിച്ച, അത് തള്ളുമായി ബന്ധപ്പെട്ട്, ക്യൂ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട്, സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട്, വെർച്വൽ ക്യൂവുമായി ബന്ധപ്പെട്ട്, നിലയ്ക്കലെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട്, അവിടേക്ക് വാഹനങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളും, വഴിയിൽ മനുഷ്യൻ കിടന്നുപോയ അവസ്ഥ വരെ ഇല്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു തൊടുന്യായമാണ്. ഇതാണ് ഇവർ ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വലിയ ഭാഗ്യമാണെന്ന് പറയാം. കാരണം അയ്യപ്പ ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കല്ലും മുള്ളും കാലിക്കുമെത്തൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാരാണ്. അപ്പൊ ദുരിതം അനുഭവിക്കാൻ വേണ്ടി തയ്യാറായി സന്നദ്ധരായി വരുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അവരെ കൂടുതൽ ദുരിതം അനുഭവിച്ച് അവർക്ക് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു ഞങ്ങൾ എന്നൊന്നും തന്നെ ഇവർ പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ ശ്രീ കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ ഒരു ചെറിയ അബദ്ധം, ഒരു മൈനർ എറർ കാണിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം ഈ ഇവിടെ എല്ലാം ഇൻ പ്ലേസ് ആണ്, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് അവസാനിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് കൂടുതൽ ഏകോപനത്തിന് മുതിർന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി എന്ന്. അതെന്തിനാ സാറേ കൂടുതൽ ഏകോപനം വേണ്ടത്? നിങ്ങളുടെ എല്ലാ സംവിധാനങ്ങളും അവിടെ നിലവിൽ ഈ ക്യൂ കണ്ടെയ്ൻ ചെയ്യാൻ, ഇവിടുത്തെ തിരക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പര്യാപ്തമാണ് എങ്കിൽ പിന്നീട് ആരെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞതുപോലെ സംഘപരിവാറോ അല്ലെങ്കിൽ കോൺഗ്രസോ എന്തെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റായ പ്രചരണം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ കൂടുതൽ ഏകോപനം അവിടെ കൊണ്ടുവരുന്നത് എന്തിനാണ്? അതിന്റെ ആവശ്യമില്ലല്ലോ. മുതിർന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. അപ്പൊ സാറേ ഈ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇതുവരെ എവിടെയായിരുന്നു? ഇത് തന്നെയല്ല ഈ കഴിഞ്ഞ ദിവസം എല്ലാ ആൾക്കാരും പറഞ്ഞത്. അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, പോലീസിലുള്ള ആൾക്കാരടക്കം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു അപര്യാപ്തതയുണ്ട്, ഒരു ഷോർട്ട് ഫോൾ ഉണ്ട്. അപ്പൊ ആ ഡെഫിഷ്യൻസി കൊണ്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഞാൻ ചോദിക്കട്ടെ, 18-ാം പടി വഴി 1 മിനിറ്റിൽ 80 ഭക്തരാണ് പോകുന്നത് എങ്കിൽ ആദ്യത്തവണ 70 അതിൽ താഴെയോ 60 ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് ഭക്തരുടെ കുഴപ്പമല്ലല്ലോ, അതൊരു നിയന്ത്രിച്ച് നിർത്തുന്ന ആൾക്കാരുടെ കുഴപ്പമാണ്. അതെന്തുകൊണ്ടാണെന്ന് സർക്കാരിനോട് അങ്ങോട്ട് ചോദിക്കണ്ടേ, അല്ലാതെ സർക്കാർ നമ്മളോടല്ല ചോദിക്കേണ്ടത്. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ ആൾക്കാരുടെ മൂവ്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത് വിടുന്ന ആൾക്കാരവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരെവിടെ? അതാണ് ചോദ്യം. അല്ലാതെ ഞങ്ങൾ ഇവിടെ 49 ലക്ഷം ബിസ്ക്കറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ആൾക്കാർ അവിടെ വരുന്നത്. നോക്കൂ, ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ബിസ്ക്കറ്റ് തിന്നാനാണ് പിന്നെ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തെലങ്കാനയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ അയ്യപ്പ വരുന്നുള്ള രീതിയിലാണ് പ്രചരണം. ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയത്തില്ല ഈ എച്ചിക്കണക്ക് പറയരുതെന്ന്. സത്യം പറഞ്ഞാൽ കോടികൾ അവിടെ കൊണ്ടുവന്ന് ദക്ഷിണയായിട്ട് സമർപ്പിക്കുന്ന, ദേവസ്വം ബോർഡിനും സർക്കാരിനും അല്ലാതെ തന്നെ വരുമാനം നൽകുന്ന രീതിയിലത്തേക്ക് അവിടുന്ന് അപ്പവും അരവണയും ഒക്കെ തന്നെ വാങ്ങിക്കൊണ്ടു പോകുന്ന എത്രയോ ആൾക്കാർ, KSRTCക്ക് തന്നെ വളരെ ഈ നമ്മൾ ഈ പറയുന്നത് പോലെ സാമാന്യ യുക്തിക്ക് പോലും നിരക്കാത്ത രീതിയിലുള്ള റേറ്റ് കൊടുത്തുകൊണ്ട് അവിടെ പോകുന്ന ഭക്തരായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെ വളരെ വലിയ കോടിക്കണക്കിന് രൂപ നേരിട്ടും പരോക്ഷമായിട്ടും ഒക്കെ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് വന്നിട്ട് ഞങ്ങൾ 49 ലക്ഷം രൂപയുടെ ക്രാക്ക് ജാക്ക് ബിസ്ക്കറ്റ് തന്നു അല്ലെങ്കിൽ പാർലെ ബിസ്ക്കറ്റ് തന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് 49 ലക്ഷം ബിസ്ക്കറ്റ് അവിടെ കൊടുക്കേണ്ടി വന്നത് എന്ന ചോദ്യമാണ് അതിനാണ് നിങ്ങൾ മറുപടി പറയേണ്ടത്. അല്ല ഞങ്ങൾ അടുത്ത തവണ ക്യൂ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവർക്കും ഓരോ കോർണറ്റോ ഐസ്ക്രീം കൊടുത്തു എന്നൊന്നും അല്ലല്ലോ ഇവിടെ പറയേണ്ടത്. നോക്കൂ, ഇവിടെ നിങ്ങൾ ഈ കൊടുക്കുന്ന കാര്യം, നിങ്ങളുടെ ബ്രെഡ് വാങ്ങാനോ നിങ്ങളുടെ ബിസ്ക്കറ്റ് കഴിക്കാനോ ഒന്നും വരുന്ന ആൾക്കാരല്ല, അതിന് പാങ്ങുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. അവർക്ക് സുഗമമായിട്ടുള്ള ദർശന സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.